ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 28 1 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പുനരുത്ഥാനം. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുവേ, 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിനെ പുനരുദ്ധരിക്കും എന്ന് ഈശോ അരുളി ചെയ്തു. ഈശോയുടെ ദിവ്യ ഉയർപ്പിന്റെ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. സാബത്തിന്റെ ശേഷം ആഴ്ചയുടെ ആദ്യ ദിവസം മഗ്ദലന മറിയവും മറ്റേ മറിയവും സുഗന്ധക്കൂട്ടുകളുമായി ഈശോയുടെ കല്ലറയിലേക്ക് വരുന്നു. അപ്പോൾ ആകാശത്ത് വലിയ ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. കല്ലറയുടെ മുന്നിലിരിക്കുന്ന ഭാരമേറിയ കല്ലുരുട്ടി മാറ്റി അതിലിരിക്കുന്നു. അവൻ ഇവിടെയില്ല. ഈശോ താൻ ജീവിച്ചിരിക്കുമ്പോൾ അരുളി ചെയ്തതുപോലെ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന ദിവ്യവാർത്ത അവരെ അറിയിക്കുന്നു. അതെ, പുനരുത്ഥാനം. പുനരുത്ഥാനമാണ് നാം ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ലോക ജീവിതത്തിലുള്ള നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും സ്വീകരിച്ച ഈശോയെ പോലെ പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നതിനെ നമ്മെ പ്രാപ്തരാക്കുന്നതും ഇതുതന്നെയല്ലേ. ലാസറിനെ ഉയർപ്പിച്ച് താനാണ് ജീവനും പുനരുത്ഥാനവുമെന്ന് ഈശോ ഉറക്കെ ഉദ്ഘോഷിച്ചു. പഴയ നിയമത്തിലെ 2 മക്കബാരുടെ പുസ്തകത്തിലെ അന്ത്യോക്യസ് രാജാവിന്റെ ക്രൂര പീഡനങ്ങൾ സഹിച്ച് അമ്മയും 7 മക്കളും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതും ഈ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തിലാണ്. ഉദ്ധിതനായ യേശുവിൽ നിന്ന് ശക്തി പ്രാപിച്ച് അപ്പസ്തോലന്മാർ അവരുടെ ജീവൻ ബലികഴിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും. ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിന്റെ രക്ഷാകര ദൗത്യം നാം പിന്തുടരുകയാണ്. ഇന്ന് ദുഃഖശനി മാമോദീസ നവീകരണ വൃത്തത്തിലൂടെ നമുക്ക് ശക്തിയും കൃപയും നൽകണമെന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ മംഗളങ്ങൾ.